അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് അബർഡീനിലുള്ള ട്രംപ് ഗോൾഫ് കോഴ്സിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ സ്കോട്ട്ലൻഡിലുള്ള സ്വന്തം ഗോൾഫ് കോഴ്സാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറയുമ്പോൾ ഗോൾഫിന് വേണ്ടി നല്ല പ്രസിദ്ധമായ സ്ഥലം. അപ്പം ഞങ്ങൾ കരുതി എന്തായാലും ഇവിടെ വന്നിട്ട് ഗോൾഫ് കോഴ്സ് ഒരെണ്ണമെങ്കിലും കാണാതെ പോകുന്ന മോശമല്ലേ, അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഗോൾഫ് കോഴ്സിൻ്റെ അടുത്തായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇവിടുന്ന് അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല, അപ്പോൾ പോയി കാണാമെന്ന് കരുതി ഞങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ചു തന്നു. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്, നല്ല വലിയ ഗോൾഫ് കോഴ്സ്. ഇവിടെ ഗോൾഫ് കോഴ്സിൻ്റെ അകത്ത് വന്ന് താമസിക്കാനായിട്ട് വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ കാണുന്നതൊക്കെ ഹോട്ടൽസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ താമസിക്കാൻ നല്ല കാശാവുമായിരിക്കും എന്തായാലും. പക്ഷെ നല്ല സീനറി ആയിരിക്കും. രാവിലെ ഏറ്റ് ഗോൾഫ് കളിക്കാൻ പോവാം, നല്ല പച്ചപ്പുള്ള സ്ഥലമൊക്കെ. അങ്ങനെ ഞങ്ങൾ എത്തി ഗോൾഫ് കോഴ്സിലേക്ക്. അപ്പോൾ ഇവിടെ കാണുന്നതാണ് ഗോൾഫ് ബഗ്ഗി. ഇതെന്ന് പറയുമ്പോൾ ഗോൾഫ് കളിക്കാൻ ചുമ്മാ റൗണ്ട്സ് കളിക്കാനൊക്കെ പോകുമ്പോൾ ഇതിലാണ് പോകുന്നത്. നടക്കണ്ട, അപ്പോൾ ഫുൾ ഇങ്ങനെ വണ്ടി പോലെ ഓടിച്ച് പോയാൽ മതിയല്ലോ. പിന്നെ ആണെങ്കിൽ കോമ്പറ്റീഷൻസിൻ്റെ ഒക്കെ സമയത്ത് റെഫറീസ് ഇടയ്ക്ക് ഇതിലാണ് റെഫറീസ് ഇങ്ങനെ ചുറ്റുമൊക്കെ വരാറൊക്കെ ഉള്ളത്. കാരണം എല്ലാ ഹോളിലേക്കും വരണമല്ലോ, അങ്ങനെ റെഫറീസ് വരുന്നത്. എൻ്റെ ഗോൾഫ് കോഴ്സിൽ ഇതിൻ്റെ ഏജ് 16 ആവണമെന്നേ ഉള്ളൂ ഓടിക്കാനായിട്ട്. കാരണം ഇത് കോഴ്സിൻ്റെ അകത്ത് മാത്രമല്ലേ. ഞാൻ ക്ലബ് ഹൗസിൽ പോയിട്ട് കുറച്ചൊന്ന് നടന്ന് കാണാമോ എന്ന് ചോദിച്ചപ്പോൾ നല്ല വാം വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് പോയി കാണാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ജൂനിയേഴ്സ് മെമ്പേഴ്സിൻ്റെ ഫീസ് എല്ലാം പറഞ്ഞു തന്നു. പിന്നെ നേരത്തെ കണ്ടത് ഇത് വലിയൊരു പട്ടിംഗ് ഗ്രീൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിച്ചത് 9th ഹോൾ ഫിനിഷ് ചെയ്യുന്ന ഗ്രീൻ ആയിരുന്നു. എനിക്ക് കൃത്യം ഓർമ്മയുണ്ട് 9th ഹോൾ ഒരു par 5 ആയിരുന്നു, ഒരു വലിയ par 5 ആയിരുന്നു. പിന്നെ ഇവർക്കാണെങ്കിൽ ഔട്ട്ഡോർ ഡ്രൈവിംഗ് റേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത ട്രംപിൻ്റെ ഗോൾഫ് കോഴ്സിൻ്റെ ഒരു സ്കോർ കാർഡാണ്. സ്കോർ കാർഡ് എല്ലാ ഗോൾഫ് കോഴ്സിനും അവരുടെ ഇതൊക്കെ എഴുതിയിട്ട് പേരൊക്കെ എഴുതി ലോഗോ ഒക്കെ എഴുതി ഒരെണ്ണം കാണും. ഇത് ആ ഗോൾഫ് കോഴ്സിൻ്റെ ലോക്കൽ റൂൾസ് ഒക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പാസ്പോർട്ട് പോലെ ഉണ്ട് കാണാനായിട്ട്. തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില കോഴ്സിൻ്റെ ഒക്കെ സ്കോർ കാർഡിൽ ഇങ്ങനെ എല്ലാ ഹോളുകളും ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു വരച്ച് കാണിക്കും. ചിലതിങ്ങനെ സ്കോർ എഴുതും. ഇപ്പം ഇതിങ്ങനെ ഓരോ ടീ ബോക്സിനുള്ള സ്കോറുകൾ, മെൻസ് ഹാൻഡിക്യാപ്പ്, പാറ് എല്ലാം വരേണ്ട എങ്ങനെയാണെന്ന് ടോട്ടൽ സാധനം എല്ലാം ഇങ്ങനെ നല്ല ഭംഗിക്ക് സിഗ്നേച്ചറും ഡേറ്റൊക്കെ എല്ലാം നല്ല ഭംഗിക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഗോൾഫ് ലിങ്ക്സ് ആയിരുന്നു. ഗോൾഫ് ലിങ്ക്സ് എന്ന് പറയുമ്പോൾ ബീച്ചിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് ലാൻഡിൻ്റെ അടുത്തുള്ളതിനാണ് ഗോൾഫ് ലിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് നല്ലൊരു വലിയ ബീച്ച് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരൊന്നുമില്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അതുമല്ല ഞങ്ങൾ അവിടെ കടലിൻ്റെ നടുക്കായിട്ട് നല്ല ദൂരെ വിൻമില്ലൊക്കെ കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് കടലിൻ്റെ നടുക്ക് വിൻമില്ല് കാണുന്നത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരുന്നു അങ്ങനെ കാണുന്നത്.